ഗാരേജിലേക്ക് ഒരു കാര്യം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനിസ് സക്രിയ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരുന്നത്. ഇന്ന് 12 മണിക്ക് 12:15 സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗാരേജിലേക്ക് കോഴിക്കോടിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരണമെനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഓട്ടോ വിളിച്ച സമയത്ത് ഓട്ടോക്കാരൻ ആദ്യം തന്നെ എങ്ങോട്ടാന്ന് ചോദിച്ചു. എൻ്റെ കൂടെ കുട്ടികളുമുണ്ട്. ഗാരേജിലേക്ക് പറഞ്ഞാൽ പോകില്ലായിരുന്നു. ഞാൻ ചോദിച്ചു എന്താന്ന് പറഞ്ഞു, ബ്ലോക്കാണ്, അരമണിക്കൂർ വേണം അവിടെ നിന്നിട്ട് വരാൻ. അപ്പോൾ ഓക്കെ, തിരിച്ച് വേറെ ഓട്ടോക്കാരൻ തൊട്ടടുത്തുണ്ട്, പോകില്ല. അപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും ഗാരേജിലേക്ക് പോകുന്നില്ല. എനിക്കാണെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് പോകണം, വെക്കേഷനാണ്, ബസ് ഫുള്ളാണ്, ഗാരേജിൽ പോകാതെ സീറ്റ് കിട്ടൂല, പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ആകെ വിഷമായി പോയി. അപ്പോൾ ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു സുൽത്താൻ ബത്തേരി അങ്ങാടിയിലെ ഈ ഒരു ബ്ലോക്ക് അത് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു മൊബൈൽ എടുത്തിട്ട് ഞാൻ ഓട്ടോ എടുത്ത സമയത്ത് ഓട്ടോക്കാരൻ തട്ടിക്കയറി. ആദ്യത്തെ അയാൾ പോയി, സംഭവം ശരിയാണ്. ആ ഓട്ടോ RTOൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, കാരണം ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല, ഓക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടോക്കാരനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ തട്ടിക്കയറി അയാൾ. പിന്നെ ഓട്ടോക്കാർ ഓരോരുത്തർ വന്നു. ഒരുത്തം വന്നിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നവരാണ്, തമ്മിൽ വേണോ, ഇവർക്ക് എന്താ കാര്യം, എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സിലാക്ക്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സുൽത്താൻ ബത്തേരി ടൗണിലെ ബ്ലോക്ക്, ട്രാഫിക് ജാം എല്ലാവർക്കും അറിയാം. ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ടായിരുന്നു, അത് തകർന്ന് നടക്കുക, അത് വർക്ക് ചെയ്യുന്നില്ല. ഒരുപാട് കാലമായി പല സമയങ്ങളിൽ ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല, അതിൻ്റെ വീഡിയോ ചെയ്യട്ടെ, ഒരു രക്ഷയില്ല. അങ്ങനെ അത് വലിയൊരു വിഷയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പാലക്കാട് ഏതൊരു KSRTC ബസ് വന്നു. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ തന്നെ കൈ കാണിച്ചിട്ട് എന്നെ അവിടെ നിന്ന് കയറ്റി വിട്ടു. അപ്പോൾ ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബന്ധപ്പെട്ട ഭരണാധികാരി വളരെ ശ്രദ്ധിക്കണം. ട്രാഫിക് സിഗ്നലുകൾ, അതുപോലെ തന്നെ ട്രാഫിക് പോലീസുകാർ എല്ലാവരും ഉപയോഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ബ്ലോക്ക് വരുമ്പോൾ അതിനുള്ള സംവിധാനം, അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്, വൺ വേ റോഡുകളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ പോലുള്ള ആളുകൾക്ക് വളരെ പ്രയാസമുണ്ട്. ഇപ്പോൾ ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്? ആ സുഹൃത്തിനറിയില്ല, ടൗണിൽ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, നിയമമുണ്ട്, യാതൊരു തെറ്റുമില്ല, അതിന് സത്യസന്ധമായിരിക്കണം. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രി, സർക്കാർ സ്കൂള്, അതുപോലുള്ള KSRTC, അതുപോലുള്ള ഈ ടാക്സി ആയിട്ട് ഓടുന്ന വാഹനങ്ങൾ എല്ലാം പിന്നെ പൊതുസമൂഹത്തിന് വേണ്ടത്, അവർക്ക് കൂടി അവകാശപ്പെട്ടതാ. അപ്പോൾ അത് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. നമ്മൾ തെറ്റായ രീതിയിൽ ചെയ്യരുത്. കാരണം അവരൊക്കെ, പ്രത്യേകിച്ച് ഓട്ടോക്കാരോടൊക്കെ നമുക്ക് വളരെ സ്നേഹമാണ്. എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും പെട്ടെന്ന് നമുക്ക് ഒരു അത്യാവശ്യമായി എത്തുന്നൊരു സംഭവമാണ്. പക്ഷെ അവർ ഇത്ര കർശനമായിട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ അത്യാവശ്യമാണ്, തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂർ അരമണിക്കൂർ ബ്ലോക്കാവും. അവർ പറഞ്ഞത് കാര്യമായിരിക്കാം, പക്ഷെ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പത്തുള്ള നമ്മളൊരു ആവശ്യം, പെട്ടെന്നൊരു ഓട്ടോ കിട്ടുക, പെട്ടെന്ന് പോവുക, തിരിച്ചു വരുമ്പോൾ അവർക്ക് ബ്ലോക്കാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു ഒറ്റക്കെട്ടായിട്ട് അവർ എല്ലാം കൂടി ഒന്നിച്ച് വന്ന സമയത്ത് ഒരു ചെറിയൊരു ഫീൽ, വേറെ ഒന്നുമില്ല.